ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻ്റെ സിസ്റ്ററുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ കൂടി പ്ലാൻ ചെയ്തിട്ട് ഇന്നെല്ലാം സെറ്റാക്കിയേക്കുവാണ്. കുറേ നാളെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 month ആയിട്ടുണ്ട്. അല്ലേ? നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ ബുക്ക് ചെയ്ത് ഒരു സ്റ്റേക്കേഷൻ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടാളല്ല, ഞങ്ങൾ 4 ആളുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും, സർപ്രൈസ് ആവും. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതിൽ ആക്ച്വലി ഞങ്ങൾ 4 പേരെയും, അതായത് ഞങ്ങൾ 3 പേരെ അവൾ എക്സ്പെക്റ്റ് ചെയ്യും. എന്നെ, കീർത്ത, എൻ്റെ അനുജനെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരാൾ ഇന്ന് വരും. അത് ആരാണ് നമുക്ക് ഇതിലൂടെ കാണിക്കാം. അതെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അനുജ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനുജനെ കൂട്ടിയിട്ട് വരാം. അങ്ങനെ അനുജ ആദ്യത്തെ ഗസ്റ്റ് അനുജ എത്തിച്ചേർന്നിരിക്കുന്നു. അനുജ, നിനക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. എന്തിനെത്ര സന്തോഷം? സർപ്രൈസ് കൊടുക്കുന്നതിന്. ഓക്കെ, നമുക്കിനി അടുത്തയാളെ വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് ഗസ്റ്റാണ് അനീഷാപ്പി വന്നിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റും വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഹായ് അനീഷാപ്പി. ഹായ്. എന്തെങ്കിലും പറയൂ. എന്ത് പറയട്ടെ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഞാനാണ്. ഗായത്രി കണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ്. ഹായ്. ഹായ് പറഞ്ഞേ. ഇതാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ് നിതാനിയ മോൾ. ഹായ് പറ. ഹായ്. അപ്പൊ അനീഷാപ്പിക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ ഗായത്രി. Yes. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസമായി എന്നിട്ട് വന്നതേ ഉള്ളൂ. അതെ, ഇനി നമുക്ക് പരിപാടി ശരിക്കും ഇത്ര അടിപൊളിയാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചേക്കാൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് എനിക്ക് വരാൻ പറ്റുമോ, പിന്നെ ഗായിക്ക് പനിയായി അല്ലേ, അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനി ബർത്ത്ഡേയിൽ പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര അടിപൊളിയായത്. ഭയങ്കരമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ ഒരു കാര്യമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതേപോലെ അനീഷാപ്പിയും വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. നെക്സ്റ്റ് ടൈം. ബൈ.